നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും അവരീ പോകുന്നത് ശരിയായ വഴിക്കാണോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടോ ജീവിതത്തിൽ? എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉദ്ദേശമുണ്ട് ജീവിക്കുന്നതിനല്ലേ. പലർക്കും പല ഉദ്ദേശമായിരിക്കും, എന്നാലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ ആ ഉദ്ദേശം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്ന വഴി ശരിയാണോ? അതുപോലെ തന്നെ നിങ്ങൾ അതിലെത്താനായിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്ത് വ്യത്യാസമാണ് വരുത്താനുള്ളത്? ഇത്രയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. 3 കളേഴ്സാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്: യെല്ലോ, ബ്രൗൺ, ഗ്രീൻ. യെല്ലോ, ബ്രൗൺ, ഗ്രീൻ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എൻ്റെ റീഡിങ് എല്ലാവർക്കും എല്ലാം റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. ചിലർക്ക് ഒന്നും റെസൊനേറ്റ് ചെയ്യില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള മീൻസ് അങ്ങനെ വരുന്നവർ ഫോഴ്സ് ചെയ്ത് റെസൊനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. അപ്പോൾ കാര്യങ്ങൾ ശരിക്ക് അറിയണമെന്നുള്ളവർ പേഴ്സണൽ റീഡിങ് എടുത്താൽ മതി. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ എന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എനിക്ക് വാക്കുകൾ തട്ടിപ്പോകുന്നു, അതെന്താണെന്ന് മനസ്സിലാവണം. എനർജിക്ക് എന്തോ ഒരു പ്രശ്നമായിട്ടുണ്ട്. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് റീഡിങ് എടുക്കുന്നത്. അത് ശരിയാവുന്നില്ല. എടുക്കുമ്പോൾ ഇപ്രാവശ്യം ശരിയാവണം, അതുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഉടക്ക് വന്നാൽ ഞാൻ പിന്നെ അത് വിട്ട് കളയും. പിന്നെ വേറെ റീഡിങ് എടുക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിലും അതെ, എനർജി കറക്റ്റ് ആവണവരെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബ്രൗൺ, യെല്ലോ, ഗ്രീൻ. അപ്പോൾ ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ, നിങ്ങളുടെ ഗോൾ എന്താണ്, പിന്നെ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടോ? അങ്ങനെയാണെങ്കിൽ വരുത്താനുണ്ടെങ്കിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? യെസ് ഓർ നോ ആണ് ആ ചോദ്യം വരിക. അപ്പോൾ നോ ആണ് വരണമെങ്കിൽ നമ്മൾ വ്യത്യാസമൊന്നും വരുത്തേണ്ടത്, ഇതുപോലെ പോയാൽ മതി. യെസ് എന്നാണ് വരണമെങ്കിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടതെന്ന് കൂടി നമ്മൾ ചോദിക്കേണ്ടി വരും കേട്ടോ. ആദ്യം യെല്ലോ സെലക്ട് ചെയ്തവരെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ ഓറക്കിൾ മെസ്സേജ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഭഗവാനെ, യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് എന്ന് ഞാൻ പറഞ്ഞു. ഒരെണ്ണോ അതിന് കൂടുതലോ മെസ്സേജ് ഉണ്ടാവാം. കുറേ കാർഡ്സ് ഉണ്ട്, അതാണ് മെസ്സേജസിന് വായിൽ വന്നത്. ഡെഡിക്കേഷൻ, ആത്മാർത്ഥത. അപ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക കേട്ടോ. കുടം കമിഴ്ത്തി കുടത്തിന് മുകളിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ആവരുത്. കുടം നേരെയാണ് ഇരിക്കുന്നത്, വെള്ളം കറക്റ്റായിട്ട് കുടത്തിനകത്തേക്ക് വീഴുന്നുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടിയിട്ട് വരും. അങ്ങനെയാണ്, അതാണ് റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടും ആത്മാർത്ഥതയോടും ചെയ്യണം എന്നാണ് പറയുന്നത്. 2ാമത്തെ കാർഡ്, നിങ്ങൾക്ക് ചില സമയത്ത് ചില സിഗ്നൽസ് കിട്ടുന്നുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അത് ചെവിക്കൊള്ളണം. നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ടാവും സിഗ്നൽസ്, അതുപോലെ ചില സൗണ്ടുകൾ. അപ്പോൾ നിങ്ങൾക്ക് വഴി കാണിക്കുകയാണത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് മെഡിറ്റേഷൻ. നിങ്ങൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച്, നിങ്ങളുടെ വിലയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. പിന്നെ കറക്റ്റിങ് യുവർ മിസ്റ്റേക്സ്. ഇതാണ് മിക്കി, ഇവനാണ് അവിടെ കിടന്ന് വെച്ചിരിക്കുന്നത്. ഇതാണ് പരിപാടി. ഓക്കെ, ഇത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് മീൻസ് അയ്യോ തെറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിന് എന്ത് സൊല്യൂഷൻ ആക്കാൻ പറ്റും, എന്ത് പ്രായച്ചിത്തം ചെയ്യാൻ പറ്റും, അത് തിരുത്താൻ എങ്ങനെ പറ്റും, അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്യരുത് മിസ്റ്റേക്ക്. അതിൽ നിന്നുള്ള പാഠങ്ങൾ പഠിച്ച്
അതിനെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുക. പിന്നെ തിരിഞ്ഞു നോക്കരുത് അതിലേക്ക്. ഇല്ല, തെറ്റുകൾ എല്ലാവർക്കും പറ്റും. അത് തിരുത്തുക, വീണ്ടും ചെയ്യാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ അതിന് പ്രതിവിധി. പിന്നെ ഹാർനസ് ദ പവർ ഓഫ് മന്ത്ര എന്ന് വെച്ചാൽ ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓം നമോ ഭഗവതേ രുദ്രായ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ടെങ്കിൽ അതിന് ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കാര്യസാധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്പിരിച്വൽ ഇത് മെസ്സേജസ്. ഇനി നമ്മൾ ജിപ്സി മെസ്സേജസ് ആണ് നോക്കാൻ പോകുന്നത്. നീ എന്തിനാണ് നടുക്കേറി ഇരിക്കുന്നത്? ആ ടാമി പോലും നടുക്കേറി ഒന്നും ഇരിക്കാറില്ല മിക്കി കേട്ടോ. മിക്കി കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കാമോ മിക്കിക്ക്? അങ്ങനെ കയറാറില്ല. കുറേ നാൾ കൂടി അവൻ ഇപ്പോഴാണ് കയറുന്നത്. എന്താണാവോ, തണുപ്പായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. നല്ല മഴയല്ലേ. കെടുതികളില്ലെങ്കിൽ മഴ നല്ലതാണ്. കെടുതികൾ വരുമ്പോഴാണ് അത്. പക്ഷെ കാൽക്കുലേഷൻ്റെ കുഴപ്പമാണ്. എനിക്ക് അറിഞ്ഞൂടാ എന്താ പരിപാടി, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നേച്ചറിൻ്റെ കാര്യത്തിൽ നമ്മളുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ കയ്യിൽ ഒതുങ്ങില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെയും നേച്ചറിൻ്റെയൊക്കെ ഒരു പരിപാടികളാണ്. അപ്പോൾ അത് ഡീൽ ചെയ്തോളുമെന്ന് ഞാൻ വിചാരിക്കാറ്. ഓക്കെ, ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്ന റൂമാണ്. റൂം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു റൂമിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതാണ്. അല്ലെങ്കിൽ ചിലർ എനിക്കൊരു ഒറ്റയ്ക്കൊരു റൂം വേണം എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ടോ ആൾക്കാർക്ക്? ഒരു ഡ്രോയിങ് റൂമാണ് കാണിക്കുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോകുന്നത് ശരിയായ പാതയിലൂടെ ആണോ? എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങളുടെ എനർജി നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്? ബ്ലൂ സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ബ്ലൂ സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ എനർജി. സോറി, ബ്ലൂ അല്ല, യെല്ലോ. സോറി, യെല്ലോ ആണ്, ബ്ലൂ അല്ല. യെല്ലോ സെലക്ട് ചെയ്തവർക്ക് ബ്ലൂ പറഞ്ഞ ഈ കളർ കണ്ടിട്ട് യെല്ലോ സെലക്ട് ചെയ്ത് ഭഗവാനെ. യെല്ലോ സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? യെല്ലോ സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആദ്യത്തെ പ്രാവശ്യം ശരിയായില്ലെങ്കിൽ അത് രണ്ടാമത്തെ പ്രാവശ്യം ശരിയാവില്ല, മൂന്നാമത്തെ പ്രാവശ്യം അത് ശരിയാവില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തെ റീഡിംഗ് ആണെന്ന് തോന്നുന്നത്. ആദ്യം ഒന്ന് ചെയ്തു, 2 ചെയ്തു. ഈ റീഡിംഗ് അല്ല, വേറെ റീഡിംഗാണ് നോക്കി. 2 പ്രാവശ്യം ചെയ്ത് നോക്കി, അതങ്ങോട്ട് ആവുന്നില്ല. അതാണ് ഞാൻ റീഡിംഗ് മാറ്റിയത്. അപ്പോൾ നമുക്ക് ഈ റീഡിംഗ് നോക്കാം. നിങ്ങളുടെ എനർജി എന്താണ്? യെല്ലോ സെലക്ട് ചെയ്തവരുടെ എനർജി എന്താണ്? യെല്ലോ സെലക്ട് ചെയ്തവരുടെ എനർജി 2 കാർഡാണ് കിട്ടിയത്. 2ഉം റിവേഴ്സാണ് വന്നത്. നൈറ്റ് ഓഫ് സ്വേർഡ്സും 2 ഓഫ് കപ്സും റിവേഴ്സാണ് വന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു സിറ്റുവേഷനാണ്. 2 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്നേഹമായിരുന്ന റിലേഷൻഷിപ്പ്, നിങ്ങളൊരു 2 പേരും ഒരുപോലെ ചിന്തിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഒരുപോലെ പെരുമാറുന്ന, ഒരുപോലെ ചിന്തിക്കുന്ന 2 പേരാണ്. പക്ഷേ ഈ ഇടയായിട്ട് റിലേഷൻഷിപ്പിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഒത്തുപോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റെസ്റ്റ്ലെസ്സാണ്. ഇതിൽ 2 പേരും അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര റെസ്റ്റ്ലെസ്സാണ്. അപ്പോൾ ഇവിടെ ഇത് തിരിച്ചു പിടിക്കണമെന്നാണ്, നമുക്ക് മുമ്പോട്ട് പോകാം. ഇത് നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയാണത്. ഭയങ്കര റെസ്റ്റ്ലെസ്സാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആരുമായിട്ട് ഭയങ്കര സീരിയസ് ആണ്. പക്ഷേ അവിടെ എന്തൊക്കെയോ ഒരു കല്ലുകടി റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഒരു മൂഡ് ഓഫാണ്. ഒന്നിനും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. നമുക്ക് നോക്കാം. 2 ഓഫ് കപ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇത് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പ് പിന്നെയും തിരിച്ചു കൊണ്ടുവരാനാണ്. അതെങ്ങനെ എന്തെങ്കിലും തരത്തിൽ തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരിതാണ്, ഒരു സിറ്റുവേഷൻ. അപ്പോൾ റിലേഷൻഷിപ്പ് പോയി എന്നൊരു പേടി നിങ്ങൾക്കുണ്ട്. ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട് ഇതിനകത്ത്, നടന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സ് ഇവിടെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ പ്രയോറിറ്റീസ്. നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയില്ല. ഒരാൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിന് ഇപ്പോൾ ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കും റിലേഷൻഷിപ്പ് എന്തായാലും. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ ഉള്ളത് ഇങ്ങനെയാണ്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ. അതിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്.
അപ്പോൾ ഇതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല മറ്റേ ആൾ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ആ അയാൾ ഇതിന് ഇമോഷണലി നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് സിറ്റുവേഷനിൽ കിട്ടുന്നില്ല. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങളുടെ എനർജി. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്ക്. ഏസ് ഓഫ് വാൻസും അപ്രൈറ്റ് ആണ്, മൂൺ കാർഡ് റിവേഴ്സാണ്. അപ്പോൾ മൂൺ കാർഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര പാഷനറ്റാണ്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ഫ്യൂച്ചർ നിങ്ങൾ കാണുന്നുണ്ട്, മനസ്സിലായോ? അച്ചോ എടാ വെറുതെ ഇരിക്കടാ കൂട്ടാ. ഇല്ല. അപ്പോൾ ഏസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രോജക്റ്റ്, ഒരു പുതിയ പാഷനറ്റ് ന്യൂ സിറ്റുവേഷനാണിത്. അപ്പോൾ ഇതിനകത്ത് കുറേ സീക്രറ്റ്സ് റിവീൽഡായി. ഇതൊരു പുതിയതാണ്, നിങ്ങൾക്ക് അധികം ഈ പേഴ്സണെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ അറിയണം എന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ആരൊക്കെയോ അവരുടെ ഇമോഷൻസ് അടക്കി വെച്ചേക്കാണ്. കാരണം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, തുറന്ന് പറയണം, വഴക്കുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ആ പേഴ്സണെ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അടക്കി വെച്ചേക്കാണ്. കാരണം ഇത് പുതിയൊരു സിറ്റുവേഷനാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിച്ചാൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുമോ അതോ തകർന്നടിഞ്ഞ് പോകുമോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു കൺഫ്യൂഷനുണ്ട്, ഇതെങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം എന്നറിയില്ല. പറയില്ലേ നമ്മൾ വളർത്താൻ വിളിച്ചാലും കൊല്ലാൻ വിളിച്ചാലും കിയോ എന്നൊക്കെ അറിയുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്, ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾ ഭയങ്കര പാഷനറ്റാണ് സിറ്റുവേഷനെ കുറിച്ചിട്ട്. ഓക്കെ, നൈറ്റ് ഓഫ് സ്പോർട്സ് റിവർ അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര പാഷനറ്റാണ്. പക്ഷേ ഒരു എടുത്തു ചാടി സെൽഫ് സബോട്ടാജ് എന്ന് വെച്ചാൽ എടുത്തു ചാട്ടം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ കാലിൽ തന്നെ വെട്ടുക എന്ന് പറയില്ലേ, നമ്മളുടെ കാലിൽ തന്നെ നമ്മളുടെ കാലെടുത്ത് വായിൽ വയ്ക്കുന്നത്, നമ്മൾ എന്താ പറയുക, അങ്ങനെ ഒരു ഇത് പറയില്ലേ, നമ്മൾ സ്വന്തം കുഴി വെട്ടുക, അത് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് എടുത്തു ചാട്ടം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വിചാരിക്കുന്നതായിരിക്കില്ല, പെട്ടെന്ന് പറയുമ്പോൾ വിചാരിക്കുന്നതായിരിക്കില്ല പറയുന്നതായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരു അബാൻഡൻ ചെയ്ത പോലെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു നോ കോൺടാക്റ്റിലായിരിക്കും, നിങ്ങൾ അബാൻഡൻ ചെയ്ത പോലെയാണ്. പുതിയൊരു പാഷനറ്റാണ്, നിങ്ങൾ ഭയങ്കര പാഷനറ്റാണ് ഇപ്പോഴും ഈ സിറ്റുവേഷനിൽ. പക്ഷേ ഇതൊരു അബാൻഡൻ ചെയ്ത പോലെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ആരും ഒരു ആക്ഷനും എടുക്കുന്നില്ല കേട്ടോ, എവിടെയും എത്തുന്നില്ല, സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോൾ മൂൺ റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 10 ഓഫ് പെന്റക്കിൾസ്, ഇതൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. കാരണം നിങ്ങൾ നല്ല മൂഡിലായിരുന്നപ്പോൾ, നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നപ്പോൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ പേഴ്സൻ്റെ കമ്പനി എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു ഹാപ്പി ആയിരുന്നു നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട് റിലേഷൻഷിപ്പിൽ. പക്ഷേ എന്തോ ഒരു അബദ്ധത്തിൽ ഇതിപ്പോൾ നോ കോൺടാക്റ്റിലാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കണം. നിങ്ങൾക്ക് 10 ഓഫ് പെന്റക്കിൾസ് ആണ് വേണ്ടത് ഈ പേഴ്സണുമായിട്ട്. അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ നിങ്ങൾ റെഡിയല്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിലാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതാണ് സിറ്റുവേഷൻ. നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സിറ്റുവേഷനിൽ? നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? 2 കാർഡ് വെച്ചാൽ വീഴുന്നത് നിങ്ങൾക്ക് കേട്ടോ. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് പോലെ. അപ്പോൾ രണ്ടും റിവേഴ്സാണ് വീണിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ് വീണിരിക്കുന്നത്. അതുപോലെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സാണ് വീണിരിക്കുന്നത്. നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ഈ ഡിസപ്പോയിൻമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് പോകണം. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ്, നൈറ്റ് ഓഫ് കപ്സ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ റൊമാൻറ്റിക് ഫീലിങ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൊമാൻസ് അല്ല വേണ്ടത്, ഒരു ലോങ് ടേം പാർട്ട്ണറെയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഈ സ്വരുമയോട് പോകുന്ന റിലേഷൻഷിപ്പും ഫാമിലിയും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ഈ പേഴ്സൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് വേണം. ചിലപ്പോൾ ഇത് ഒരു ഫീമെയിൽ എനർജി ആണെങ്കിൽ മെയിൽ എനർജി പൈസ ചിലവാക്കുന്നതിന് ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ എതിരായിരിക്കും. അതല്ലെങ്കിൽ ഇവിടെ ഒരു
എനർജി കുറച്ചൊരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൈറ്റ് വന്നാൽ വളരെ നല്ല എനർജിയാണ്. മദർലിയാണ്, കെയറിങ് ആണ്, നർച്ചറിങ് ആണ്, മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നൊക്കെ എനർജിയാണ്. അതുപോലെ ബിസിനസ്സും റിലേഷൻഷിപ്പും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ്. പക്ഷെ അത് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന എനർജി, റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുന്ന, വളരെ സെൽഫിഷായിട്ട് ഓക്കെ ഇനി മതി, ഞാൻ മറ്റുള്ളവരുടെയൊക്കെ കാര്യമൊക്കെ നോട്ടമൊക്കെ ഞാൻ നിർത്തി, ഇനിയിപ്പോൾ ഞാൻ കുറേ നാൾ എൻ്റെ കാര്യം നോക്കുകയുള്ളൂ എന്ന ഒരു ഇത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ നടന്ന ഒരു പരുവമായി. അപ്പോൾ പേഴ്സൺ പക്ഷേ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. ആ പേഴ്സൺ ഇപ്പോൾ ഒരു ഇമോഷണലി ഡിറ്റാച്ച്ഡാണ്. നിങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഒന്നും നടക്കുന്നില്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതൊരു ഫ്യൂച്ചർ വേണ്ട റിലേഷൻഷിപ്പാണ്. പക്ഷേ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ തൽക്കാലം ഇതിനൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ വളരെ പ്രാക്ടിക്കലായ ഒരു എനർജി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകെ കുറേ ഓടി, ഇനി വയ്യ, ഇനി വേണമെങ്കിൽ ആ പേഴ്സൺ വരട്ടെ, ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ്, ബ്യൂട്ടി പാർലറിൽ പോവുക, ജിം ജോയിൻ ചെയ്യുക. നമ്മൾ നിഗ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ശരീരം ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളുടെ ലുക്സ് ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ ഡ്രസ്സിങ് ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ആണെങ്കിൽ ഇതിൻ്റെ പുറകെ നടന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കാം, കുറച്ച് നാൾ ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ, ഞാൻ എന്നെ കംപ്ലീറ്റ് ആയിട്ട് നിഗ്ലക്റ്റ് ചെയ്തേക്കായിരുന്നു. ഇവിടെ ഒരു സെൽഫ് കെയർ വന്നായിരുന്നോ നിങ്ങളുടെ ഓവറോൾ മെഡിറ്റേഷൻ നിങ്ങൾ അറിയണം, അത് പറയുന്നുണ്ടല്ലോ. പിന്നെ ആത്മാർത്ഥത, നിങ്ങൾ നിങ്ങളുടെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം കുറച്ച് നാൾ ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ, കുറച്ച് സ്വാർത്ഥമാവട്ടെ എന്ന് ചിന്തിക്കുകയാണ് നിങ്ങൾ. നല്ലൊരു കാര്യമാണ്. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ അപ്പം നിങ്ങളുടെ ആ സെൽഫ് വർത്ത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഞാനും ആരെങ്കിലുമൊക്കെ ആണ്, അപ്പോൾ ഞാനത് 4 പേർക്ക് കാണിച്ചു കൊടുക്കണം. ഇതാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? ആൾക്കൊരു വിലയില്ലാത്ത പോലെ എപ്പോഴും നമ്മൾ ഒരാളുടെ പുറകെ നടക്കുമ്പോൾ അവർക്കൊരു വിലയില്ല. ഞാൻ എവിടെ പോയാലും പുറകെ വന്നോളും എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ ഇട്ടിങ്ങനെ വലിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ സ്വന്തം കാര്യം നോക്കാനായിട്ട് റെഡി ആവുകയാണ്. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ കുറച്ച് മൂടിയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ നടക്കാൻ നിങ്ങൾക്ക് വയ്യ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആ പേഴ്സൺ ഒന്ന് തിരിച്ചു വരട്ടെ, ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കാൻ പോകുന്നത്. അതാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സെൽഫ് കെയർ, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് നിങ്ങളുടെ ലുക്സ് ഇതെല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കണം. അപ്പോൾ നിങ്ങൾ അത് കൺഫേം ചെയ്തു, ഞാനിത് സീരിയസ് ആയിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ പോകാൻ പോവുകയാണ്. പിന്നെ എൻ്റെ അബണ്ടൻസ്, നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹോബീസ്, അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലവ് ഉണ്ട് പേഴ്സണോട്, അയാളുടെ സ്നേഹം തിരിച്ചു പിടിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ച് നോക്കണം എന്ന് നിങ്ങൾക്കൊരു ബോധം വന്നിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സിന് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് തന്നെ. അപ്പോൾ ഈ പേഴ്സൺ ഇനി നിങ്ങളുടെ പുറകെ വരണമെങ്കിൽ, അതാണ് നിങ്ങളുടെ ഉദ്ദേശം, ഈ പേഴ്സൺ നിങ്ങളുടെ പുറകെ വരണമെങ്കിൽ, അതാണ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഇതൊക്കെയാണ്. നിങ്ങൾക്ക് പേഴ്സണെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ പേഴ്സണ് കുറച്ചൊരു സ്വന്തം കാര്യത്തിൽ വലിയൊരു ഗമയുണ്ട്. നിങ്ങളെ അപ്പോൾ കുറച്ച് കാണുന്ന പോലെ ഈ പേഴ്സൺ, മനസ്സിലായി? ഈ പേഴ്സൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ കാര്യങ്ങളെ നിഗ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ഈ പേഴ്സൺ ആ പേഴ്സൺ അത് വേണം, ഈ പേഴ്സൺ ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്വന്തം കാലിലേക്ക് നിൽക്കുമ്പോൾ, നിങ്ങൾ സ്വയം ഡിസ്കവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യത്യാസങ്ങളാണ്, ഒരു മേക്ക് ഓവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സണൽ സ്നേഹവും റെസ്പെക്റ്റുമാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ? അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ അതിലേക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ഓവറായിട്ടൊരു മേക്ക് ഓവറിലേക്ക് പോകരുത്. ഈ പേഴ്സണൽ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ആയിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു ടവർ വന്നിട്ടുണ്ട്, ചിലപ്പോൾ കൈവിട്ട് പോകാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലിമിറ്റഡ് ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു ബിഹേവിയർ. ആ പേഴ്സണെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയുള്ളതിലേക്ക് ഒന്ന് പോകാൻ നിൽക്കരുത്. അത് പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ഹെയർ ഓഫ് ഫണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ടവറാണ് വന്നത്, നോ ആണ് വന്നതെങ്കിലും യെസ് ആണ്. അപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തണം. നിങ്ങൾ കൺസർവേറ്റീവ് ആയിരുന്നുള്ളൂ, ദൈവവിശ്വാസമുള്ള ആൾ കൺസർവേറ്റീവ്. നിങ്ങൾ എന്താ പറയുക, ആ പേഴ്സണെ അച്ചീവ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ പേഴ്സണൽ ടേസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങൾ മാറാൻ. കൈവിട്ട കളിയാവരുത്, ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആവരുത്.
ഇത് വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ട്രാവൽ, പിന്നെ ചില കാര്യങ്ങളുടെ കംപ്ലീഷൻ, അതൊക്കെയാണ്. അപ്പോൾ ഇതൊരു ടവറിലേക്ക് പോകരുത്. നിങ്ങൾ പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആവും. മനസ്സിലാക്കാം. അങ്ങനെ പോകരുത്. അപ്പോൾ അത്രയും മാക്സിമം ചേഞ്ച് വരുത്താൻ പാടില്ല. ഒരു ലിമിറ്റിലായിരിക്കണം നിങ്ങളുടെ ബിഹേവിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ഒന്നും, ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴി കുഴപ്പമില്ല, അത് എക്സ്ട്രീമിലേക്ക് പോകരുത്, അത്രയേ ഉള്ളൂ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഇപ്പോഴത്തെ നിങ്ങളുടെ റൂട്ടില്ലേ അതുപോലെ പോയാൽ മതി. അപ്പോൾ നല്ലതായിട്ട് എക്സസൈസൊക്കെ ചെയ്യുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്ത് ചെയ്താലാണ് ഈ പേഴ്സണ്, കാരണം ഇതിന് ഞാൻ നമ്മളൊരാളെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അയാളെ നമ്മളെ ഇഷ്ടപ്പെടണം, അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യും. അങ്ങനെയുള്ളത് അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ആരാണോ അതുപോലെ ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങളുടെ ലൈഫാണ്. അപ്പോൾ നിങ്ങളിതാണ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾ വ്യത്യാസങ്ങളൊന്നും വരുത്തണ്ട. നിങ്ങൾ ഇപ്പോൾ പോകുന്ന റൂട്ടിൽ തന്നെ പോയാൽ മതി. നിങ്ങൾ ഓൾറെഡി ചേഞ്ചസ് വരുത്തി കഴിഞ്ഞു ലൈഫിൽ. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Pisces, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio. ഒരാളുടെ സ്നേഹം തിരിച്ചു പിടിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രയത്നിച്ചാലും മതി. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഇനി ഗ്രീൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഗ്രീൻ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ്ങാണ്. ബ്ലൂ പോലെ തോന്നുന്നല്ലേ, ഗ്രീനാണ് കേട്ടത്. അപ്പോൾ ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഇവൾ ഡിസ്റ്റർബ് ചെയ്യില്ല കൊച്ചുകുട്ടി. അവനവിടെ ഇരിക്കുകയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒച്ച ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവൻ നല്ല കുട്ടനാണ്. മിക്കിക്കുട്ടനൊന്ന് നീങ്ങിച്ചു. മിക്കീശേ മിക്കീശേ. കാർഡ്സ് വീഴുന്നില്ല. കുറേ ഷഫിൾ ചെയ്താലായിരിക്കും നോക്കാം. വീഴുമ്പോൾ ഒരു കൊട്ടപ്പടി വീഴും. നമുക്കൊരു പ്രത്യേകത. അത് കുഴപ്പമില്ല വീണാൽ. പക്ഷെ എല്ലാം കൂടെ വീണാൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. കണ്ടോ, അത് കിടക്കട്ടെ. അത് വീഴാനാണ് പോയത്. കുറേ വീഴാൻ പോയതാണ്. എന്തായാലും എടുത്തേക്കാം. തൃശ്ശൂലാണ്, ട്രൈഡൻറ്റ്. അപ്പോൾ നമ്മളുടെ ഈഗോയും നമ്മളുടെ ഇല്യൂഷൻ, നമ്മളുടെ തെറ്റിദ്ധാരണകൾ, അന്ധവിശ്വാസങ്ങളെല്ലാം മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പവർ നമ്മളുടെ ഉള്ളിൽ വരുത്താനുള്ള, ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിനുള്ള ഒരു പവർ അതിനുള്ള അറിവും ജ്ഞാനവും നമ്മളുടെ ഉള്ളിൽ വരണം എന്നാണ് പറയുന്നത്. ഡിവൈൻ ഇൻ്റർവെൻഷൻ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടി വരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങളുടെ മുമ്പിലൊരു വലിയൊരു ജേണി ഉണ്ട്, ഒരു യാത്ര, വളരെ ദൂരമുള്ളൊരു യാത്ര, വളരെ ദുർഘടം പിടിച്ചൊരു യാത്ര. അപ്പോൾ അത് ചിലപ്പോൾ സ്പിരിച്വൽ ഗ്രോത്തിലേക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ജീവിതമാകുന്ന ആയിരിക്കാം. ഇത് ഒത്തിരി ദുർഘടം പിടിച്ചതാണ്. ഫാമിലി ഇവിടെയും വന്നിട്ടുണ്ട്. ഇമോഷണൽ സപ്പോർട്ടാണ് ഫാമിലിക്ക് വേണ്ടത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാളും കൂടുതൽ പണം വേണം അത്യാവശ്യം. പക്ഷേ
നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടും നിങ്ങളുടെ ഫാമിലിക്ക് വേണം. ക്രോസ് റോഡ്, നിങ്ങളൊരു വഴി ഇതിൽ ഒരു നമ്മളൊരു വഴി ജംഗ്ഷനിലെത്തൂലേ, ഇത് ഈ വഴി എടുക്കണോ ഈ വഴി എടുക്കണോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വഴിത്തിരിവിലാണിപ്പോൾ. നിങ്ങൾക്ക് മുമ്പോട്ടുള്ള വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ഹെൽപ്പ് വേണം എന്ന് പറയുന്നത്. പിന്നെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ചിലപ്പം നല്ല അനുഭവങ്ങളുണ്ടാവും, ചീത്ത അനുഭവങ്ങളുണ്ടാവും. എന്ത് അനുഭവമാണെങ്കിലും അതിനെ നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. അപ്പോൾ അതിന് തയ്യാറെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഡിവൈൻ ടൈമിങ്. അപ്പോൾ യുവർ ഡിവൈൻ ടൈം ഈസ് ബ്ലെസ്ഡ് ബൈ മിറാക്കുലസ് ആൻഡ് എക്സ്ട്രാordinary. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഡിവൈൻ ടൈം തുടങ്ങുകയാണ്. നിങ്ങൾ കുറേ നാളായിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. നമ്മളെപ്പോഴും പറയും എല്ലാ കാര്യം നടക്കും ദൈവത്തിൻ്റെ സമയത്ത്. ആ സമയം വരികയാണ് നിങ്ങളുടെ, കേട്ടോ. അപ്പോൾ അപ്പോൾ എക്സ്ട്രാordinary, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത പല എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പോൾ വളരെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളത് ആഗ്രഹിച്ചിരുന്നതാണ്. വരുമ്പോൾ പേടിക്കരുത്. ഇത് ജിപ്സി ഓറക്കിൾസാണ്. കുട്ടാ, നീ ഇങ്ങനെ വട്ടം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മിക്കി ഷാ ജിപ്സി ഓറക്കിൾസ് നോക്കുകയാണ്. മാറട കൂട്ടാ, മിക്കി കിട്ടാ, അങ്ങോട്ട് നീങ്ങിയിരുന്നേ മിക്കി നീ കഴിച്ചു കേട്ടോ. നീ ചേച്ചിക്ക് കഴിച്ചു. അപ്പോൾ ചേച്ചിക്ക് ചിരിച്ചു. വൈഫാണ് കാണിക്കുന്നത്. വൈഫ് ഫാമിലി കണ്ടു എന്ന് തോന്നുന്നു. അതിനകത്ത് വൈഫിൻ്റെതാണ്. അപ്പോൾ നിങ്ങളൊരു വൈഫാണോ അതോ നിങ്ങളുടെ വൈഫിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? എന്തോ വൈഫ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നത്. ആരുടെയെങ്കിലും വൈഫാണോ, നിങ്ങളുടെ വൈഫാണോ, അതോ നിങ്ങളെ വൈഫാക്കാൻ ആഗ്രഹിക്കുന്നതാണോ? ഇതൊരു സിംഗിൾ മദറാണോ, കുട്ടികളുടെ ഒരു സ്ത്രീയാണോ? അറിയില്ല. എന്തായാലും അവ പോയി കണ്ട തന്നെത്താൻ അവർ സമയപ്പോൾ ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജി എന്താണെന്നാണ്. നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. അതിലേക്ക് നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ? നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനുണ്ടോ? ഇതാണ് നമ്മൾ നോക്കുന്നത്, കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണെന്ന് ഇതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ എനർജി എന്താണ്? ഒരു 9 of Swords കണ്ടു എന്ന് വെച്ചാൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പോലെ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫീലിംഗ്, ഞാൻ ഇതിനകത്ത് പെട്ടുപോയോ എന്ന്, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതൊരു കണ്ടുപോലെ നോക്കട്ടെ. ഏത് കാർഡാണ് നിങ്ങൾക്ക് വേണ്ടി വീഴാൻ പോകുന്നത്? ഇവിടെ 4 കാർഡ് വന്നിട്ടുണ്ട്. ഞാൻ എടുക്കുകയാണ്. ഹാപ്പിനെസ് ഇല്ലാത്ത പോലെ, 10 of Pentacles റിവേഴ്സ്, മുഖം തിരിച്ചിരിക്കുന്നു, പ്ലാൻ ഉണ്ട്, പക്ഷേ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തോ ഒരു കാര്യത്തിലൊരു ഹാർമണി ഇല്ല. നിങ്ങൾ ഭയങ്കര ഡ്രീം ചെയ്തൊരു കാര്യം, സ്വപ്നം കണ്ട ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അവിടെ സ്വപ്നങ്ങളെല്ലാം ചിതറിത്തെറിച്ചു പോയി. അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് നിങ്ങൾ. ഇപ്പോൾ മുമ്പ് നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ കണ്ടമാനം വിശ്വസിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു. നിങ്ങളെല്ലാവരിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആരെയും അടുപ്പിക്കുന്നില്ല, കാരണം വിശ്വാസം പോയി ആളുകളിലുള്ള. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു പ്ലാനൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്, കേട്ടോ. നിങ്ങളപ്പോൾ വീട് വിട്ട് ഇറങ്ങാനുള്ള പ്ലാൻ വല്ലതും ആണോ? എന്തായാലും നിങ്ങൾ യാത്ര ചെയ്യാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണ്. ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിവരമുള്ളത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് ഇൻറ്റ്യൂഷൻ, ഇതൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആണിപ്പോൾ. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ആൾക്കാരെ നോക്കിക്കാണുന്നത്, സിറ്റുവേഷനെ നോക്കിക്കാണുന്നതും. പിന്നെ നിങ്ങളുടെ മോറൽ വാല്യൂസൊക്കെ ഭയങ്കര ഹൈ ആണ് ഇപ്പോൾ, കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഇനി ഓവറോൾ എനർജി. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് സിറ്റുവേഷൻ? ഇത് നിങ്ങളുടെ എനർജിയാണ്, പൊതുവേ ഉള്ളൊരു എനർജി. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്?
കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ കാർഡ് വീഴുന്നില്ല, ഞാൻ എടുക്കേണ്ടി വരുന്നില്ല. ഓക്കെ, അത് പറഞ്ഞപ്പോൾ വീഴും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കാർഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. അത് ആരോ കടം കൊടുത്ത്, നിങ്ങൾ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്തോ അതിലെന്തോ നഷ്ടം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അതാണ് സിറ്റുവേഷൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു വലിയ നഷ്ടമായിപ്പോൾ, നിങ്ങൾ വിചാരിക്കാത്ത ഒരു നഷ്ടം. ചിലപ്പോൾ ആർക്കെങ്കിലും പണം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്തതായിരിക്കാം. ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ നഷ്ടത്തിൽ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ലോണിന് അപേക്ഷിച്ചിട്ട് കിട്ടാഞ്ഞതായിരിക്കാം. അങ്ങനെ എന്തോ ഒരു ബാഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇതാണ്. അപ്പോൾ പ്ലാൻ ചെയ്യാതെ എടുത്തു ചാടി മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടായിരിക്കാം നിങ്ങളൊരു ബിസിനസ്സിലേക്ക് എടുത്തു ചാടിയത്. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന കുറേ പേർ അതിന് ചുറ്റും ഉണ്ടാവും. അവരെ വിശ്വസിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്ലാൻ അറിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ പലരോട് പറയും. അങ്ങനെ പലർക്ക് പണം നഷ്ടമാവും നമ്മളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയാലേ. മനസ്സിലായി? നമ്മൾ നല്ല പ്രോഫിറ്റ് കിട്ടും, മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് വെച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മളോട് പറയുന്ന ആൾ ചിലപ്പോൾ അത് ശരിക്കും പഠിക്കാത്ത ആളെ. അപ്പം നമ്മൾ അതിൽ വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം കുറേ പേരുടെ പണം ഇതിനകത്ത് ഡിപ്പെൻഡ്. അത് വിചാരിക്കാതെ നിങ്ങളെന്തോ ചെയ്തു. അങ്ങനെ ഭയങ്കരമായിട്ട് പണനഷ്ടം, മാനഹാനി, വിശ്വാസം പോലെ എല്ലാം ഉണ്ട് നിങ്ങളിൽ. അപ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സിലാണിപ്പോൾ കേട്ടോ. ഭയങ്കര ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ്. നിങ്ങൾ കുറേ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്തുചാട്ടമായിരുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്ത്, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചില്ല. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് ചിലപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ പേഴ്സണ് നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായതുകൊണ്ട് നിങ്ങൾ പലരോടും പറഞ്ഞു. എല്ലാവരുടെയും പൈസ പോയി, ഭയങ്കര നഷ്ടമായിപ്പോയി. അപ്പോൾ ഇവിടെ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾ പ്ലാൻ ചെയ്തു, എല്ലാം തകർന്ന് തരിപ്പണമായി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ റിക്കവർ ചെയ്യണമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇനി നമ്മൾ ഞാൻ ചോദിച്ചില്ല, എന്താണെന്ന് ചോദിക്കാം. നിങ്ങൾ എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് രണ്ടാമത് നോക്കാം. എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യുക? നിങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രയത്നിക്കുന്നത്? എന്ത് കിട്ടാൻ വേണ്ടി ആയിട്ടാണ് ഈ പ്രയത്നിക്കുന്നത്? ഇപ്പം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഗോള്? നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുക? അതാണ് റൈറ്റ് വേർഡ്. മലയാളം വരുന്നത് കുളമുണ്ട്, അങ്ങനെ ഞാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു 2 ഓഫ് കപ്സ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്, പിന്നെ 5 ഓഫ് പെൻറ്റക്കിൾസും റിവേഴ്സും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ പൈസയൊക്കെ നിങ്ങളുടെ വൈഫിൻ്റെ പൈസയോ ഹസ്ബൻഡിൻ്റെ പൈസയോ നിങ്ങൾ സ്നേഹിക്കുന്ന ആളും അയാളുടെ വീട്ടുകാരും എല്ലാം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പൈസ പോയതോടുകൂടി നിങ്ങൾ ആകെ നാണം കിട്ടും. റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കല്യാണം ചിലപ്പോൾ മാറ്റി. ഇപ്പോൾ കല്യാണത്തിനടുത്ത് വരെ എത്തിയ റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഈ പേഴ്സണ് പൈസ ഇങ്ങനെയെന്ന് ഇതിനെക്കുറിച്ചൊരു വിവരമില്ല, അതുകൊണ്ട് ഈ പേഴ്സണെ വേണ്ട. അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ കല്യാണത്തിന് ചിലവാക്കാനുള്ള പൈസ എടുത്തിട്ടായിരിക്കും ഇവിടെ കളിച്ചത് ആരോ. അപ്പോൾ അത് മൊത്തം നഷ്ടമായി. അതോടുകൂടി റിലേഷൻഷിപ്പും വെള്ളത്തിലായി. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് റിക്കവർ ചെയ്യണം, നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും തിരിച്ചു പിടിക്കണം. റിക്കവറിങ് ഫ്രം ഫിനാൻഷ്യൽ ലോസ്. അപ്പോൾ ഈ പൈസ തിരിച്ചു കിട്ടണം നിങ്ങൾക്ക്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം പൈസ, അതല്ലെങ്കിൽ പോയ പൈസ നിങ്ങൾ അവരെ കണ്ടുപിടിച്ച് നിങ്ങൾ തിരിച്ചു മേടിക്കണം. അപ്പോൾ റിലേഷൻഷിപ്പും നിങ്ങളുടെ പൈസയും ഇവിടെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇപ്പം നിങ്ങളൊരു വഴിക്ക് പോകുന്നുണ്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് എനിക്കറിയില്ല. നിങ്ങളപ്പോൾ റിസർച്ച് ചെയ്തു. നിങ്ങൾ ഈ സിറ്റുവേഷനെക്കുറിച്ച് ഇതെങ്ങനെ ഇവരെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ പൈസ എങ്ങനെ റിക്കവർ ചെയ്യാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഒന്നും സഹായം നിങ്ങൾ എടുക്കുന്നില്ല. കാരണം സഹായം എടുത്തിട്ടാണ് ഇവിടെ പണി കിട്ടിയത് നിങ്ങൾക്കൊരു വിശ്വാസം. അപ്പോൾ ആ ഒരു പാത്തിലാണ് നിങ്ങളിപ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പാത്ത് നിങ്ങളുടെ ശരിയാണോ? അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ പോകുന്ന വഴി, ഇതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ പോകുന്ന വഴി അത് ശരിയാണോ? അത് കറക്റ്റ് പാത്താണോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളീ പോകുന്ന വഴി ശരിയാണോ? നമ്മളൊരു യെസ് ഓർ നോ ആണ് നോക്കുന്നത് കേട്ടോ.
നിങ്ങൾ പോകുന്ന വഴി ശരിയാണ്. നോ ആണ്. നിങ്ങൾ ഇവിടെ അടിപിടി ഉണ്ടാക്കാനായിരിക്കും പോകുന്നത്, മനസ്സിലായോ? കുറച്ച് ഗുണ്ടകളെയൊക്കെ ഇറക്കി കളിക്കാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂട്ടാണോ, കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കൊണ്ട് അടി ഉണ്ടാക്കാനായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഈ പൈസ തിരിച്ച് മേടിക്കണം, എനിക്ക് തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ, കാരണം എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ഇതിനകത്ത് ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വാൻഡ്സ് റിവേഴ്സ്. 5 ഓഫ് വാൻഡ്സ് കണ്ടോ, കുറേ ആൾക്കാർ അടിപിടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അത്. എന്നിട്ട് നോ ആണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ അത് യെസ് ആണ്. അത് ചിലപ്പോൾ ഒരു പേഴ്സണൽ ഒരാളാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ എടുത്തേക്കുന്നത്, അയാളാണ് തിരിച്ച് തരാത്തതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ കൂട്ടുകാരുടെ കൂടെ പോയിട്ട് അവിടെ ഇത്തിരി ഒരു ബഹളം ഉണ്ടാക്കുന്നത് പറയാൻ പാടില്ല, എന്നാലും അത് വലിയ കുഴപ്പമില്ല എന്നാണ്. പക്ഷെ ഇതൊരു കേസിലേക്ക് പോകാൻ വഴിയുണ്ട്. അടിപിടിയാണെങ്കിലും വാക്ക് തർക്കമാണെങ്കിലും ഒരാളെ ത്രട്ടൻ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു പോലീസ് കേസായിട്ട് മാറുന്ന സിറ്റുവേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നോവുമാണ് യെസ്സുമാണെന്ന് വരുന്നത്, മനസ്സിലാവുണ്ടോ? നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഈ അടിപിടി കാർഡ് റിവേഴ്സ് വന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇതുകൊണ്ടൊരു കേസ് ക്രിയേറ്റ് ചെയ്യും ലവേഴ്സ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ചീത്തപ്പേരുണ്ടാവും, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവാൻ വഴിയുണ്ട് ഇവിടെ. കാരണം നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന വഴി നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, മനസ്സിലായി? അപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് യെസ് ഓർ നോ ചോദിച്ചപ്പം ഇത് നോ ആണ്, കാർഡ് നോ ആണെങ്കിലും അത് റിവേഴ്സ് വന്നു. അപ്പോൾ ഈ വഴി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പക്ഷേ അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ അതിനെങ്ങോട്ട് നിങ്ങൾ ഫേസ് ചെയ്യണം. നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ ഇപ്പോൾ തന്നെ പ്രശ്നങ്ങളിലാണ്. അപ്പോൾ അയാൾക്ക് പ്രശ്നമില്ലെങ്കിൽ അയാളുടെ വീട്ടുകാരുടെ പ്രശ്നമാണ്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകും. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും, മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് ചീത്തപ്പേരാവും. പിന്നെ അവിടെ ഒരു കാര്യവും നടക്കില്ല, അവരായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നടക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നത്. അപ്പോൾ സൂക്ഷിക്കുക, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടെ നിങ്ങൾ യെസ്, എന്തായാലും ഇതിൽ ചേഞ്ചസ് ഉണ്ടാവണം. എന്ത് ചേഞ്ചാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ പാത്ത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്? ഏത് പാത്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഏത് വഴിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇവിടെ നോ ആണ് വന്നേക്കുന്നത്, യെസ് നോ ആണ് വന്നത്. പക്ഷേ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും ഇവിടെ. അതുകൊണ്ട് അപ്പം നമുക്ക് നോക്കാം ഏത് പാത്താണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണം പറയുന്നത് കണ്ടോ. 10 ഓഫ് വാൻഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി തിരിച്ചടയ്ക്കണം എന്നാണ് പറയുന്നത്. അവർ തോന്നുമ്പം അവർക്ക് നല്ലത് തോന്നിയാൽ അവർ പൈസ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാണെങ്കിൽ, സത്യമുള്ള പൈസയാണെങ്കിൽ തിരിച്ചു വരും. അതല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഈ പൈസ കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, മനസ്സിലായോ? മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവരോട് ആ പൈസ കൊടുത്ത ആളോട് ഫൈറ്റ് ചെയ്യണ്ട, മനസ്സിലായോ? അതാ പറയുന്നത്. കാരണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളാണ് മറ്റുള്ളവരോട് പറഞ്ഞത്, ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ പറഞ്ഞില്ല. ഇതിപ്പോൾ നിങ്ങൾ ചിട്ടി നടത്തിയിട്ട് മറ്റുള്ളവരുടെ പൈസ മുക്കിയതാണ്, നിങ്ങളല്ല, അയാൾ മുക്കിയിട്ട് നിങ്ങളുടെ തലയിൽ വന്നാണെങ്കിൽ ഒരു സിറ്റുവേഷൻ. അതല്ല, നിങ്ങളുടെ യൂസിന് വെച്ചിരുന്ന കല്യാണ ആവശ്യത്തിന് വെച്ചിരുന്ന പൈസ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും ആവശ്യത്തിന് കൊടുത്തെങ്കിൽ ആ പേഴ്സൺ ആ പൈസ പറ്റുമ്പോൾ തിരിച്ചു തരും. അല്ലാതെ അയാൾ കുത്തിന് പിടിച്ച് പേടിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ആ പൈസ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ അയാളുടെ കുത്തിന് പിടിക്കാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സൽപ്പേര് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിനെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ഒരാളാണ്. ഒരു നൈറ്റ് ഇൻ ഷൈനിങ് ആർമർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ അവരെ സഹായിക്കാൻ ചെല്ലുന്ന ഒരു മാന്യദേഹമാണ് ഈ നൈറ്റ് ഇൻ ഷൈനിങ് ആർമർ, നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിൽ നിന്നൊരു നെഗറ്റീവ് ഒരു ബിഹേവിയർ എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ പോയ പൈസ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കുന്നത് അത് നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾ തിരിച്ചു പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നോക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവുന്നതാണ്, ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇത് എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഉയർച്ച ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കുറച്ചൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും. അത് നിങ്ങളുടെ കാൽക്കുലേഷൻ പിഴവ് കൊണ്ടാണ് നിങ്ങൾ ഈ കുരിശ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ഇത് ഹാർഡ് വർക്ക് ചെയ്ത് വേണം ഇത് വീട്ടാൻ. അല്ലാതെ അയാളുടെ പുറകെ നടന്നിട്ട്
അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സെൽഫ് പോവും, നിങ്ങളുടെ ഫ്യൂച്ചർ മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു നല്ല പേഴ്സണാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നെഗറ്റീവ് വഴിയിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് വഴി ഇപ്പോൾ അത് നല്ലതല്ല. നിങ്ങൾ നല്ല വഴി, ശരിയായ വഴി ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനായി, അക്വേറിയസ്, ലീബ്ര, ജെമിനായി, Virgo, Pisces, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius. നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നാണ് പറയുന്നത് കേട്ടോ. മറ്റുള്ളവർക്ക് അതിനകത്ത് ഹോൾഡ് ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കാതെ നിങ്ങൾ എടുത്ത് ചാടി പ്രവർത്തിച്ചുകൊണ്ടുള്ള റിസൾട്ടാണത്. അപ്പം നിങ്ങൾ തന്നെ അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഡീൽ ചെയ്യണമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ അതിലേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാം. ബ്രൗൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ലാസ്റ്റ് റീഡിങ്. അപ്പോൾ ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. മിക്കിക്ക് അടി കൊള്ളും കേട്ടോ എൻ്റെ അടുത്ത്. അവിടെ ഇരുന്ന് മിക്കി കൂട്ടാ, ഇന്നു ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഓക്കെ, ഒരു കാർഡാണ് വേണത്. ഇതാണ് റൈറ്റ് ടൈം. നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് എനിക്ക് കറക്റ്റ് ടൈം ആയോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് ടൈം. ഇപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു മെസ്സേജ്. ഇനി നമ്മൾ ജിപ്സി ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. എൻ്റെ മടി കയറി കിടക്കാൻ വേണ്ടി വന്നതാണ്. മറ്റോ ഓക്കെ, അപ്പോൾ ജിപ്സി ഓറക്കിൾ മെസ്സേജ് എന്താണ് വരുന്നതെന്ന് നോക്കാം. ലെറ്ററാണ് കാണിക്കുന്നത്. ലെറ്ററോട് മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. ലെറ്റർ ആവാം, കോൾ ആവാം, മെസ്സേജ് വാട്സാപ്പിലാവാം, ഇമെയിലാവാം, എന്തും ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്? നിങ്ങളിപ്പോൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന പാത്ത്, അതിനു വേണ്ടി അങ്ങോട്ട് എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ വഴി അത് ശരിയാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തണോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓക്കെ, നിങ്ങളുടെ എനർജി 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷന് വിട്ടുകളയേണ്ട സിറ്റുവേഷനാണ് നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു കാര്യം. രണ്ടാമത്തത്, നിങ്ങൾ ഇത്തിരി പിശുക്കുള്ള ആളാണ് പണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പണം ഓരോ പൈസയും നിങ്ങൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചിലവ് ചുരുക്കിയിട്ടുണ്ട് എന്തോ ഒരു കാര്യം കൊണ്ട്. നമ്മളിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം നമുക്ക്. മിക്കിക്ക് അടി കൊള്ളും കേട്ടോ. മിക്കി സീരിയസ് ആയ ഒരു കാര്യം ചെയ്തുകൊണ്ട് കിട്ടും എൻ്റെ അടുത്ത് കിട്ടും കേട്ടോ. എനിക്ക് കുട്ടീനെ അടി കൊള്ളുവാക്കി ചേച്ചിരിക്കുന്നത്. എവിടെയും പോയിരുന്നേ? അവിടെ ഇരുന്നോ? ഉമ്മാരെ കൊഞ്ചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തലയിൽ കയറും. ഉമ്മാർ ചൂടായി കഴിഞ്ഞാൽ അവർക്ക് കാര്യം പിടുത്തം കിട്ടും. അപ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 4 ഓഫ് പെൻറ്റക്കിൾസിനെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നത്. മിക്കി
എനിക്ക് കിട്ടും എൻ്റെ അടുത്ത് നിന്ന് കേട്ടോ. എനിക്ക് പോയി ഇവിടുന്ന് ചെലം കിട്ടും. ടാറ്റ ബൈ ബൈ. ഓക്കെ, 10 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. 10 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ബേർഡൻ ആണ്. അപ്പോൾ എന്തോ ഒരു ഓവറായിട്ട് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പൈസ ഇപ്പോൾ മുറുക്കെ പിടിക്കുന്നത്. ചിലവ് ചുരുക്കിയേക്കണം അതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് വേറെ എവിടെയോ പൈസ ചിലവാക്കാനുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു ചിലവും കൂടി ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഒന്ന് ഞെരുങ്ങിയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. 4 ഓഫ് സ്വേർഡ്സ്. അപ്പോൾ എല്ലാത്തിലും നിങ്ങളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ചുരുങ്ങുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും, ആർഭാടത്തിലും എല്ലാ കാര്യത്തിലും ചുരുക്കിയാണ് നിങ്ങൾ ചിലവാക്കുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങാൻ പോകുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ലാവിഷ് ആയിരുന്നെങ്കിൽ അതെല്ലാം എല്ലാം ചുരുക്കി വെച്ചേക്കുക. അപ്പോൾ അധികം പുറത്തൊന്നും പോകുന്നില്ല, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല, സാറ്റർഡേ സൺഡേ കറക്കം അതൊന്നുമില്ല, എല്ലാം ചുരുക്കി വെച്ചേക്കാണ് നിങ്ങൾ കേട്ടോ. ഇപ്പോൾ ആക്ഷൻ അധികമില്ല, നിങ്ങൾ വീട്ടിൽ ചുരുങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ? എല്ലാം കൊണ്ടും ഒരു 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 ചുരുക്കം. എന്താണ് സിറ്റുവേഷൻ? നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ലെറ്ററിന് വേണ്ടിയാണ് വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട് ആണെങ്കിൽ അത് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ എബ്രോഡ് പോകാനുള്ള പ്ലാനൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം വരുമല്ലോ. എത്ര രൂപ വരുമെന്ന് അറിയില്ല എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചുരുക്കിയാണ് എല്ലാ കാര്യവും നോക്കുന്നത്, കുറേ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റിങ്ങിലാണ് എന്തോ ഒരു കാര്യം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിനും പലർക്കും ചിലപ്പോൾ കുറേ കാര്യങ്ങൾ പൈസ കൊടുക്കാനുണ്ടാവാം, മനസ്സിലായോ? പല ഡിപ്പാർട്ട്മെൻറ്റിൽ പൈസ കൊടുക്കാനുണ്ടാവും കാര്യങ്ങൾ നടത്താൻ വേണ്ടി. പല ഫീസുകൾ ഉണ്ടാവാം, പല ചെക്കിങ് ഉണ്ടാവാം, അതൊക്കെ. അപ്പോൾ പലരെയും നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താനുണ്ട്. അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ പൈസ ചുരുക്കി വെച്ചേക്കുന്നത്. പിന്നെ പോകുന്ന സ്ഥലത്ത് പൈസ ഇഷ്ടംപോലെ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതുകൊണ്ടാണ് സീസ് ദ റൈറ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സീസ് ദ റൈറ്റ് മൊമെൻറ്റ് ഇപ്പം ചെയ്യണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോഴാണ് ശരിയായ സമയം. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അത് സക്സസ്ഫുൾ ആവാൻ പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ കുറേ പണം ചിലവാക്കേണ്ടി. ചിലപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത് അങ്ങോട്ട്. ചിലപ്പോൾ അവിടെ പോയിട്ട് പിന്നെയും പഠിക്കേണ്ടി വരുമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ടായിരിക്കും, അങ്ങോട്ട് പൈസ കൊടുത്ത് പോകാൻ പോകുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തോ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും പുറത്തേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു ചാലഞ്ചായിട്ടാണ് നിങ്ങൾ എടുത്തേക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ കുറച്ച് ഒന്ന് ചുരുങ്ങേണ്ടി വരും. നിങ്ങൾക്ക് ശീലമില്ലായിരിക്കും അത്. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോയി താമസിക്കുമ്പോൾ ഇഷ്ടംപോലെ പണച്ചെലവുണ്ടാവും, ആരുടെയും സഹായം ഉണ്ടാവില്ലെന്ന് കഴിയുമ്പോൾ ആദ്യം തുടങ്ങി നിങ്ങൾ ആ ഒരു ഇത് പരിശീലിക്കുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം പണത്തിന് ഇഷ്ടംപോലെ ചിലവുണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ മലയാളം വേർഡ് തപ്പിപ്പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ വല്ല വേർഡ്സിൻ്റെ മീനിങ് പറഞ്ഞാൽ നിങ്ങൾക്കും കൺഫ്യൂഷനാവും, എനിക്കും കൺഫ്യൂഷനാവും. അതുകൊണ്ട് അച്ചീവ് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ട്രൈ ചെയ്യുന്നത്? എന്ത് അച്ചീവ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ എന്താ കാണിക്കുന്നത് വെച്ചാൽ ഇത് ഹെർമിറ്റ് റിവേഴ്സാണ്. ഹെർമിറ്റ് അപ്രൈറ്റ് വന്ന ഒരു വഴികാട്ടി, റിവേഴ്സ് വന്ന വഴി അറിയാതെ അലയുന്ന ഒരാൾ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു അവിടെ പോയിരുന്നടാ, നിങ്ങൾക്ക് ഒരു എയിമുണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾക്ക് ഒരു എയിമും ഉണ്ടായിരുന്നില്ല. നിങ്ങളിങ്ങനെ എന്തൊക്കെയോ പല കാര്യങ്ങൾ ട്രൈ ചെയ്തു, ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും, പല കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടാവും, പല കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു എത്തും പിടിയില്ലാണ്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി, മനസ്സിലാവുണ്ടോ? അങ്ങനെ നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഒരു വഴികാട്ടി ഇല്ലാതെ, ഒരു കൈപിടിച്ച് നടത്താൻ ആരുമില്ലാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ നിങ്ങളൊരു വഴി കണ്ടെത്തി കഴിഞ്ഞു. എന്നുവെച്ചാൽ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ടാവാം, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നീ അത് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. അച്ചീവ് ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ
നിങ്ങൾ നിങ്ങളുടെ വഴി കണ്ടെത്താൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വഴി തുറന്ന് വന്നിട്ടുണ്ട്. ആ വഴി ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടാവാം, IELTS ഒക്കെ പഠിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ടാവാം. എന്തായാലും ഇവിടെ നിങ്ങൾക്കൊരു വഴികാട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഒരു ക്വീൻ ഓഫ് വാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടീച്ചർ വല്ല ആയിരുന്നായിരിക്കും നിങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പരിശ്രമം നടത്തുന്നത് കേട്ടോ. അപ്പോൾ കുറേ പണിയുണ്ട് അങ്ങോട്ട് എത്തണമെങ്കിൽ, കുറേ ബുദ്ധിമുട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ പല പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടാന്ന് മനസ്സ് പറഞ്ഞെങ്കിലും നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് തീരുമാനിക്കുന്നത്. അത് നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ആ വഴി നിങ്ങൾക്ക് തുറന്നു തന്നിട്ടുണ്ട്. അതാണ് നിങ്ങളുടേതായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വഴി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മുമ്പോട്ട് പോകാൻ, അത് അച്ചീവ് ചെയ്യാനാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. 3 കാർഡ്സാണ് വന്നേക്കുന്നത്. 3 അതെ, 3 കാർഡ്സാണ് ഇവിടെ വീഴുന്നത്. ഹെയറോഫാൻറ്റ് റിവേഴ്സും നിങ്ങളുടെ പറഞ്ഞുതരാം. പിന്നെ നൈറ്റ് ഓഫ് കപ്സും ഇവിടെ 6 ഓഫ് കപ്സും. നിങ്ങളുടെ ഷാഠ്യങ്ങൾ, നിങ്ങൾ ഇത്തിരി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. മനസ്സിലായി? ഇപ്പം നിങ്ങൾ ഭയങ്കര കൺസർവേറ്റീവാണ്. നിങ്ങൾക്ക് അപ്പോൾ പുറത്തെ ദേശങ്ങളിലൊക്കെ പോകുമ്പോൾ, നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ, നിങ്ങൾ കംഫർട്ടബിളായ സ്ഥലം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള സിറ്റുവേഷൻ, പലതരത്തിലുള്ള ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ ജീവിത രീതി വ്യത്യാസമാണ്. പല നാടുകളിൽ നിന്ന് വന്ന ആളുകളായിരിക്കാം. നിങ്ങൾ ജീവിച്ച രീതി ആയിരിക്കില്ല അവിടെ. അപ്പോൾ നിങ്ങൾ ആ ഒരു പരിസ്ഥിതിയോട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഓപ്പൺ ആയിരിക്കണം. മനസ്സിലായി? എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വേണം. ഈ നാടോടുമ്പോൾ നടുവേ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുക്കഷ്ണം തിന്നണം എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ അതോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് തിരിച്ചു പോരേണ്ടി വരും. കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നാട് പുരോഗമിക്കുമ്പോൾ നമ്മളും കൂടെ പുരോഗമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവിടെ പെട്ടുപോകും, ഒരു പുരോഗതി ഇല്ലാതെ പെട്ടുപോകും. അപ്പോൾ നിങ്ങൾ ഇപ്പം ഇത് കുറച്ചൊരു നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം, നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റണം എന്നല്ല. നമ്മൾക്ക് പേഴ്സണലി അത് മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കാനും പാടില്ല, അവരുടെ വിശ്വാസങ്ങളെ കുറ്റം പറയാനും പാടില്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റിംഗ് സിറ്റുവേഷനിലേക്ക് പോകണം. പിന്നെ അതൊരു കാര്യം. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾ ഭയങ്കര മൂഡിയൊക്കെ ആയിരിക്കും. നിങ്ങളുടെ വീട്ടുകാരോട് നമുക്ക് മൂഡിനെസ് കാണിക്കാം. കാരണം നമ്മൾ ഈ മൂഡിനെസ്, ചീത്ത സ്വഭാവം കാണിക്കുന്ന എപ്പോഴാണ്? കാണാൻ ആളുള്ളപ്പോഴാണ്. നമ്മൾ കരയുന്നത് കാണാൻ ആളുള്ളപ്പോഴാണ്. അതുപോലെ തന്നെ ചീത്ത സ്വഭാവങ്ങൾ കാണാൻ ആളുള്ളപ്പോഴാണ്. കാരണം നമ്മളാരും എതിർക്കില്ല, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയുമ്പോഴാണ് നമ്മൾ പരസ്യമായിട്ട് അത് കാണിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ മറച്ചു വെക്കും. അപ്പോൾ ഈ നിങ്ങളുടെ ചീത്ത സ്വഭാവങ്ങൾ മറച്ചു വെക്കണം. നിങ്ങളുടെ മൂഡിനെസ് എന്ന് വെച്ചാൽ തരം പോലെ സ്വഭാവം മാറുന്നത്, അങ്ങനെ ചില സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. പോണ സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളത് സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും. അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കോംപ്രമൈസിനൊക്കെ റെഡിയായിട്ട് വേണം പോവാൻ. അപ്പോൾ അതൊക്കെയാണ് പരിശീലിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എല്ലാത്തരം ആളുകളോടും ഇടപഴകാനും, എല്ലാത്തരം ആചാരങ്ങളോടും ഇടപഴകാനും, എല്ലാം ഓപ്പൺ മൈൻഡഡായിട്ട് കാണാനും, മറ്റുള്ളവരുടെ ഫ്രീഡം, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനും, അഭിപ്രായങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനെല്ലാം പഠിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചേഞ്ചുകളാണ് നിങ്ങൾ വരുത്തേണ്ടത്. പിന്നെ നിങ്ങൾ ഹാപ്പിനെസ് ചൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആക്സെപ്റ്റ് ചെയ്യുക, സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തേക്കുക. മനസ്സിലായോ? അതല്ലാതെ സിറ്റുവേഷനെ മാറ്റാൻ നോക്കരുത്. നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പണമൊക്കെ ചിലവാക്കി അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അതിനോട് കോംപ്രമൈസ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അവിടെ നിന്നിട്ട് നിങ്ങൾ അവിടെ ജീവിക്കാൻ പരിശീലിക്കുക. അപ്പോൾ അതിന് വേണ്ട പരിശീലനം ഇവിടെയേ തുടങ്ങുക. അവരുടെ ഫുഡ് ഹാബിറ്റ്സും പിന്നെ അവരുടെ കൾച്ചറും എല്ലാം ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾ പരിശീലിക്കേണ്ടത്. അങ്ങനെയുള്ള ചേഞ്ചസ് ആണ് നിങ്ങൾ വരുത്തേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ ചേഞ്ച് വരുത്താനുണ്ട് കേട്ടോ. അച്ചീവ് ചെയ്യാൻ ഇതും ചേഞ്ച് വരുത്താനുള്ളത് ഇതുമാണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ മേ ബി എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ മേ ബി എന്ന് പറഞ്ഞാൽ വേണമെങ്കിലാവാം, വേണ്ടെങ്കിലും, പക്ഷെ അത് നിങ്ങളുടെ ആവശ്യമല്ലേ. നിങ്ങൾ ചേഞ്ച് വരുത്തിയേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ ചേഞ്ച് വരുത്തേണ്ടി വരും. നിങ്ങളുടെ ജീവിത രീതിയിൽ, വീക്ഷണങ്ങളിലൊക്കെ ചേഞ്ച് വരുത്തിയാലേ നിങ്ങൾക്കിവിടെ സക്സസ്ഫുൾ ആവുകയുള്ളൂ. നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും അത് സക്സസ്ഫുൾ ആയിട്ട്
സക്സസ്ഫുൾ ആക്കാനും പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റീഡിങ്. അപ്പോൾ ഇനി ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട്. ടോറസ് കടുംപിടുത്തമുണ്ട്, അതൊക്കെ കളയണം എന്നാണ് പറയുന്നത്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് മൈ ഗുഡ്നസ്. ടോറസ് വെർഗോ പണവും ആക്ഷനും. ഏരീസ് ലിയോ സാജിറ്റേറിയസ് കണ്ടോ, അക്വേറിയസ് ലിബ്ര ജെമിനായി ടോറസ് വെർഗോ പണവും ആക്ഷനുമാണ് ഇവിടെ. ഫയർ സൈനും എർത്ത് സൈനുമാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ ആക്ഷനും പിന്നെ പ്രവൃത്തിയും പണവും, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഗോളിലേക്ക് എത്താനുള്ള ആ ഒരു വഴി അതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഫൈനൽ റീഡിങ്. ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.